സീപ്ലെയിൻ പദ്ധതിക്കെതിരായ ഇടതു തൊഴിലാളി സംഘടനകളുടെയും സിപിഐയുടെയും എതിർപ്പ് തള്ളി സിപിഐഎം. എല്ലാത്തിനെയും എല്ലാ കാലത്തും എതിർക്കാൻ കഴിയുമോ എന്നായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ചോദ്യം. മീൻപിടുത്തം നടക്കുന്ന ഒരു കായലിലും സീപ്ലെയിൻ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് സിപിഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി.ജെ. ആഞ്ചലോസ് പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതിയുടെ ഭാഗമായ ജലവിമാനത്തിന്റെ പരീക്ഷണ പറക്കലിന് പിന്നാലെ വിവാദങ്ങളും ഉയർന്നു. മീൻപിടുത്തം നടക്കുന്ന കായലിൽ പദ്ധതി അനുവദിക്കില്ലെന്ന് ഇടതു തൊഴിലാളി സംഘടനകളായ CITUവും AITUCയും ഇന്നലെ തന്നെ വ്യക്തമാക്കി. സീപ്ലെയിൻ ആലപ്പുഴയുടെ അടിയന്തര ആവശ്യമല്ലെന്ന് CPIM നേതാവും CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ PP ചിത്തരഞ്ജൻ. ആലപ്പുഴ മത്സ്യത്തൊഴിലാളിയുടെ കേന്ദ്ര തൊഴിലെടുക്കുന്നിടത്ത് വരാതിരുന്നാൽ മതി. ബാക്കി ആലപ്പുഴ വരുന്നതിന് നമുക്കെതിരെ എതിർക്കുന്നത് അതെ, അത് വന്നോട്ടെ എന്ന്. അതിലിപ്പോൾ മത്സ്യത്തൊഴിലാളി തൊഴിലെടുക്കുന്ന ഇടങ്ങളെ ഒഴിവാക്കണമെന്നുള്ള ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. മീൻപിടുത്ത മേഖലകളിൽ പദ്ധതി നടപ്പിലാക്കിയാൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് CPIയുടെ മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടും. അതുകൊണ്ടാണ് മത്സ്യബന്ധന മേഖലയിൽ കക്കാത്തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിൽ ഇത് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് യാതൊരു മാറ്റവും. എന്നാൽ എതിർപ്പുകളെ തള്ളുകയാണ് CPIM. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല, ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. അങ്ങനെ ഇപ്പോൾ ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റും എല്ലാ കാലത്തും. കായലിൽ സീപ്ലെയിൻ ഇറക്കുമെങ്കിൽ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കടലിൽ കൊടികുത്തി പ്രതിഷേധിച്ചവരാണ് ഇപ്പോൾ സീപ്ലെയിനുമായി വന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ 1/4 കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അത് പറഞ്ഞ ആളുകളാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീപ്ലെയിൻ ഇറക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസം. ഇതിനിടെ സീപ്ലെയിൻ പദ്ധതിയിൽ അവകാശവാദവുമായി മന്ത്രി VN വാസവൻ രംഗത്തെത്തി. സീപ്ലെയിൻ എന്ന ആശയം ആദ്യമായി കേരളത്തിൽ അവതരിപ്പിച്ചത് 2010 മാർച്ച് 9 കേരള നിയമസഭയിൽ ഞാനൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെയാണ്. ആ കോളിംഗ് അറ്റൻഷൻ വരുന്നതിന് മുമ്പ് തന്നെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഞാനൊരു വീഡിയോ കൊണ്ടുവന്ന് അന്ന് പ്രസ് ക്ലബ്ബ് അംഗങ്ങളായിരുന്ന ആളുകളെല്ലാം കാണിച്ചിരുന്നു. അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും. 2010 നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നത് താനാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പദ്ധതി നടപ്പാക്കാൻ പഠനം നടത്തിയതെന്നുമാണ് അവകാശവാദം. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിന് വിവിധ തൊഴിലാളി സംഘടനകൾ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി 20 ആലപ്പുഴയിൽ ചേരും. 24 ആലപ്പുഴ.